ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ചീരയാണ്, പച്ചച്ചീരയാണ്. പിന്നെ ചീരയാണ്, ചീര പാകിയതാണ്. ഇത് പൊരിച്ചിട്ട് നടാൻ വേണ്ടി ഇന്നാൾ യൂട്യൂബിൽ നിന്ന് ഒരാൾ കമൻറ്റ് ഇട്ടിന് എനിക്ക് ഇത് നിങ്ങൾ പറിച്ചിടുന്ന കൂടി വീഡിയോ ഇടണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. എന്താ വേണ്ടത് വെച്ചാൽ ഇതെല്ലാവരും എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാൻ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. എല്ലാവർക്കും ഞാൻ ഇത് പറിച്ച് നോക്കട്ടെ. ഇതിങ്ങനെ ഓരോന്നായിട്ട് പറിച്ചെടുക്കുക, ഓരോന്നായിട്ട് പറിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ ഓരോന്നായിട്ട് പറിച്ചെടുക്കണം. ഇതിപ്പോൾ പറിച്ച് നടേണ്ട ഭാഗമാണ്. ഇതിപ്പോൾ കുറേ നമ്മൾ പറിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം വിളവെടുക്കാനാവും. ഇപ്പം ഇത് എല്ലാവരും ഇത് എന്ന് വെച്ചാൽ ഇന്ന് പറിച്ച് നടുന്നതും കൂടി ഒന്ന് മറ്റേ ഞാൻ ഗ്രോ ബാഗിലാണ് പറിച്ച് നടൽ. ഇതിപ്പം ഗ്രോ ബാഗിലല്ല, ഇത് പറമ്പത്തന്നെ നടാന്ന് വിചാരിച്ചിട്ടാണ്. ഗ്രോ ബാഗിലാണ് നടാനല്ല, ഇത് പറമ്പത്തന്നെ നട്ടു വെക്കാം. അത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഗ്രോ ബാഗിൽ വേണ്ടിക്ക് പിന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് വലുത് നോക്കി പൊരിക്കുക. ഏറ്റവും വലുത് നോക്കി പൊരിച്ചാൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആദ്യം ഇതാക്കേണ്ടി വരും. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ആദ്യം വളരുമല്ലോ, അന്നേരം നമുക്കതും പറിച്ചെടുക്കാം. അത് വളരുന്നതിനനുസരിച്ച് പറിച്ചിടുമ്പോൾ വേഗം നല്ല സുഖമായിട്ട് പോകാൻ കഴിയും. ഇത് വേണ്ട, ഇതാണ് ചോന്ന. ഇത് ഈ വെയിലില്ലാതുകൊണ്ട് ആണ് ഈ ചോന്ന ചീര പിന്നെ പച്ച കളർ പോലെയൊക്കെ തോന്നുന്നത്. നല്ല വെയിലടിക്കണം. ഇത് വെറും വെയിലില്ലാത്ത സ്ഥലത്തായിപ്പോൾ ഇതിന് പാകിയത്. ഇവിടെ വെയിൽ കുറവാണ്, അതുകൊണ്ട് നിറം കുറയും. പിന്നെ ചോന്ന ചീര ഞാൻ തോന്നുന്നു പൈസ കൊടുത്ത് മേടിച്ച ചീരയാണ്, ഞാൻ എൻ്റെ അടുത്ത് ഉള്ളതല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഏതോല്ലോ ആണ്. ഇതിൽ പച്ചച്ചീരയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ എല്ലാ ചീരയും അടങ്ങിയതാണ്. അതിലിപ്പോൾ നമുക്കിപ്പോൾ കൂടാണ്ടായില്ലല്ലോ. അതാണ് ഞാനിപ്പോൾ ഇത് പായിട്ടെല്ലാം നല്ല ഉഷാറായി. അതിന് നല്ല തയ്യും, അതിന് പറിച്ച് നടേണ്ട പാകമാണ്. ഒരുപാട് പറിച്ച് നടാനും ഉണ്ട്. ഇതത്തിനും പറിച്ച് നടണമെങ്കിൽ സ്ഥലം ഒരുപാട് വേണം. അത് കുറേശ്ശെ ആയിട്ട് ഇതെല്ലാം നടാന്ന് വിചാരിച്ചിട്ടാണ്. കഴുങ്ങിൻ്റെ വണ്ടക്കെല്ലാം കളിച്ച് കഴിഞ്ഞാൽ കഴുങ്ങിന് വളമായി, തെങ്ങിന് എല്ലാം നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞാൽ അതിന് തന്നെ വളമായി കിട്ടിയാൽ അതൊരു ഇതല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പം പറിക്കുന്നത്. ഇതിപ്പം ചീര ഏറ്റവും നല്ലൊരു സാധനമാണ്. എപ്പം നോക്കിയാലും നമ്മൾ ചീരക്കറി വെച്ച് കൂട്ടിയാൽ അതിൻ്റെതായ ഗുണം വേറെ തന്നെയാണ്. കണ്ണിന് കാഴ്ച കിട്ടും. പിന്നെ വളരെ ഗുണങ്ങളുണ്ട്. ചീര എല്ലാ വിറ്റാമിൻസും അടങ്ങിയ സാധനമാണ്. ദിവസവും ഈ ചീര ദിവസവും നമ്മൾ മുറ്റത്ത് വാങ്ങിക്കഴിഞ്ഞാൽ എപ്പം നോക്കിയാലും നമുക്ക് ചീര ഇലക്കറി കൂട്ടാം. ഇലക്കറി ഉണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച കിട്ടും. അങ്ങനെയല്ല എന്തെല്ലോ ഗുണങ്ങളുണ്ട് ഇലക്കറിക്ക്. ഞാനിതെപ്പം ചീര പാവുകയും പൊരിക്കുകയും നടുകയും ചെയ്യലുണ്ട്. എനിക്കെപ്പം പറിക്കാനുണ്ടാകുന്നുണ്ട്. കറി വെക്കാൻ എപ്പോൾ ഉണ്ടാവും. ഞാനത് വർഷത്തിലും ഉണ്ടാവും, ശരിക്കാലം ഉണ്ടാവും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരിക്കൽ പോലും ഒഴിവാക്കില്ല. ഇതിപ്പം കുശു വരുന്നുണ്ട്. ഇതാണ് കുത്തു വരുന്നുണ്ട്, ഈ കുശു. അതിപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിന്. അതാണ് കുശു വരാൻ കാരണം. ഇതാണ് ചീര പറിച്ചത്. നട്ടു വെക്കട്ടെ. നട്ടിട്ട് വയ്യ പൊരിക്കാം. ഇതിപ്പം നട്ടിട്ട് വരട്ടെ, എന്നിട്ട് പൊരിക്കാം. ഈ ചീര പറിച്ച് നടാൻ എന്തെല്ലാമെന്നറിയാം ഞാൻ സാധനങ്ങൾ എടുക്കുന്നത്. ഇത് കണ്ട, ഇത് പൊടിവളം കണ്ട. ഇതെന്ന് വെച്ചാൽ ഇത് ജൈവവളം. ഇത് കണ്ട, ഇത് ജൈവവളം. ഇത് വേപ്പ് പിണ്ണാക്ക്. ഇത് പിന്നെ കുമ്മായം. ഇതെല്ലാം കൂടി ഇത് പച്ചച്ചാണം. ഇത് പച്ചച്ചാണം. ഇതെല്ലാം കൂടിയാണ് ഇതിൽ കലക്കിയിട്ടാണ്. ഓഹോ, ഇത് ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ ചില്ലിയിടട്ടെ. ഇനി ഇത് ചില്ലട്ടെ. ഇത് ഞാൻ ചില്ലിയിടട്ടെ.
ഇത് ചുള്ളി ഇട്ടേ. ഇതാ ഇത് തെങ്ങിൻ്റെ മണ്ടക്ക് എന്തിനാന്ന് വെച്ചാൽ ഞാനിങ്ങനെ പാവുന്നതെന്ന് വെച്ചാൽ ഇതിന് തെങ്ങിന് എന്തായാലും വെള്ളം അടിക്കണം. പിന്നെ ചീരക്ക് ആകുമ്പോൾ ഒരു ദിവസം ചെയ്യാതെ നല്ല വളവും ചീരക്ക് കൊടുക്കുന്ന വളവും എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ നല്ലപോലെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെങ്ങിൻ്റെ നോക്കി പാവാന്ന് വിചാരിച്ചത്. തെങ്ങിനും കഴുങ്ങിനും എല്ലാം നോക്കിയിട്ട് പാവാം, എന്നാൽ ഇതിനൊരു വളവും ആവും. അത് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പാവാൻ നോക്കുന്നത്. അതിൻ്റെ എല്ലാം ഒരു കാര്യത്തിന് മാത്രമല്ല, എല്ലാം ചെയ്യണ്ടേ നമുക്കിപ്പം. ഞാൻ തന്നെ എല്ലാം ചെയ്യണ്ടേ. അന്നേരം ഇതെല്ലാം കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ വിഷമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ട, ഇതാണ് ചുള്ളി ഇട്ടുവേ. ഇനിയിപ്പോൾ വളം ചേർക്കട്ടെ. ഈ വളം ചേർക്കട്ടെ. എല്ലാം കൂടി കലക്കി ഒഴിക്കട്ടെ. ഇത് തട്ടി ലെവലാക്കട്ടെ. ഇങ്ങനെ തട്ടി ലെവലാക്കി വെള്ളം നിൽക്കണ്ടേ. നേരം വേണ്ട വെച്ചാൽ കുന്നും നൊക്കെയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തട്ടി ലെവലാക്കി നമ്മൾ ഈ നാട്ടിക്കണ്ടത്തിൽ നടുമ്പോലെയാണ് നടുവാക്കിയില്ല. ഞാൻ എന്തോ ഒറ്റ പോയിപ്പോവില്ല. വെള്ളമാക്കിയിട്ട് നട്ടാൽ ഒരൊറ്റ ചീഞ്ഞിട്ടോ അല്ല ഒറ്റ ഉണങ്ങിപ്പോവില്ല. പക്ഷേ അടുത്തണുപ്പ് ഒരിക്കലും മാറില്ലല്ലോ. പച്ചച്ചാണല്ലോ ഇട്ടിട്ട് ആദ്യം തന്നെ ഇതെല്ലാം വളമിട്ട് കൊടുത്തിട്ട് ഇത് ആയിക്കഴിഞ്ഞാൽ ഒറ്റ തണുപ്പ് പോവില്ല. അതുകൊണ്ട് ഒറ്റ ചീഞ്ഞ് ഉണങ്ങിപ്പോവില്ല. നട്ടതുപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളമെല്ലാം വാരുന്നത് ആദ്യം ഒഴിച്ചിട്ട് തന്നെ നടാനാക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ഇത് കലക്കി ഒഴിക്കട്ടെ. വെള്ളം അടിക്കാം. ഇത് കലക്കിയിട്ട് എല്ലാം കൂടി കലക്കിയിട്ട് ചാണകവും വെള്ളവും എല്ലാം കൂടി ഇതിൽ കലക്കുക. ഇത് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഇങ്ങനെ കലക്കുക. അതിലും കലക്കുക. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കലക്കുക. എന്നാലേ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവില്ല. അതിനെ കലക്കി വയ്ക്കണം. ഇത് ചെറിയ സ്ഥലമല്ലല്ലോ നമുക്ക് കലക്കി വയ്ക്കണ്ടിട്ടോ. അതുകൊണ്ട് ഇത് നല്ലോണം കലക്കി കുറേശ്ശെ കലക്കി ഒഴിച്ച് കൊടുക്കാം. ഉണ്ടോ ഇത് കലക്കി ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ ഉണ്ടോ നല്ല ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ തെങ്ങിനും കൂടി വളം ഇടണ്ട. അത്രയും ഇതാണ്. ഇനി ഇങ്ങനെ വെള്ളം നിറച്ച് ഇങ്ങനെ ഇളക്കി വെള്ളത്തോടെ നടണം. ഇത് കണ്ട വെള്ളം നല്ലപോലെ വെള്ളം അടിച്ചിട്ട് വെള്ളം നല്ല നാട്ടിട്ട് കണ്ട ഇങ്ങനെ വെള്ളത്തോടെ തന്നെ നടണം. ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊരിച്ച് നട്ട് കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു ഇതായിരിക്കും. ഇത് ഒറ്റ പോയി പോവില്ല നട്ടത്. ഇത് ഇതിനൊരു പൊടി ഇട്ട് കൊടുക്കണം. ഇതിനൊരു പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതാണ് വേണ്ടത്. ഇതിങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞു തന്നാൽ അതൊന്ന് കാണിച്ചു കൊടുത്തേക്കാം. ഏതായാലും തൈ ആയിട്ടുണ്ട്, അത് പറിച്ച് നടാനായി. ഇനി അതൊന്ന് പറിച്ച് നട്ടിട്ട് കാണിച്ചു കൊടുക്കാം. ഇതിൽ എന്തെല്ലാം വളം ഞാൻ ചേർക്കുന്നതെന്നും കൂടി കാണിച്ചു കൊടുക്കണ്ടേ. അതിനാണ് ഇതെല്ലാം കൂടി ഞാൻ ആക്കി കാണിച്ചു. ഇതിപ്പോൾ ഇപ്പം നടാ ഇനിയൊന്ന് നട്ടു നോക്കേ. നട്ടു നോക്കേ. ഇതേ നട്ടു നോക്കാലേ. ഇതാ ഇങ്ങനെ ഇത് കണ്ട ഇതേപോലെ ഓരോന്ന് രണ്ടെണ്ണം എടുക്കുക. ഇതിങ്ങനെ നട്ടു കൊടുക്കുക. അത് ഇങ്ങനെ ഒരു വിരലിന് ഒരു ചാൻ നീളത്തിൽ നടണം. എന്നാലേ അത് ഇറച്ചിട്ട് ഇങ്ങനെ വരും. കുറച്ച് കഴിയുമ്പോൾ നല്ല വണ്ണത്തോടെ വരുമ്പോൾ അധികം കൂടില്ല. അതിന് വേണ്ടിയിട്ടാണ്.
ഉണ്ടോ? ഇതേപോലെ നട്ട് കൊടുക്കാം. ഉണ്ടോ? ഇതേപോലെ ഓരോന്നിട്ട് നട്ട് കൊടുക്കുക വേണ്ട. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നടുക. ഇതെല്ലാവരും ഇങ്ങനെ തന്നെ നട്ട് നോക്ക്. ഞാൻ ചെയ്തതിൽ നല്ല ഏലുള്ള നിങ്ങളെങ്ങനെയാണ് നടലെന്ന് എനിക്കറിയില്ല. ഞാൻ നടുന്ന രീതിയായത്. ഇത് നട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ ഒന്നും പോവുകയും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങളിത് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കുക. എന്നിട്ട് എന്നോട് പറയണം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഈ നട്ടത് അങ്ങനെ പോയില്ല. മറ്റേ അതിന് ഉണങ്ങി സാധാരണ എല്ലാവരും ഇങ്ങനെ വെറുങ്ങനെ പൊടിയിൽ നട്ട് വയ്യ. പൊടിയിൽ നട്ടിട്ട് നോക്കി നോക്ക്. പക്ഷെ ഇത്ര ഗുണം കിട്ടില്ല. ഇതിൻ്റെതായ ഗുണം കിട്ടണമെങ്കിൽ പൊടിയിൽ നട്ടാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ദൂരം ഇങ്ങനെ നടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ മണ്ട ഇളക്കി ഇതിൻ്റെ മെരട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് അതിന് ഇതിൻ്റെ മെരട് ചോട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് പിണ്ണാക്കും ചാണകവും കൂടി അന്നേരം ഒഴിച്ച് കൊടുക്കണം. പിന്നെ കടലപ്പിണ്ണാക്ക് ഒഴിച്ച് കൊടുത്താൽ വേഗം വളരും. അതാണ് വേണ്ടത്. പിന്നെ കടലപ്പിണ്ണാക്കും പിന്നെ ചാണകവും എല്ലാം കൂടി കലക്കി ഒഴിച്ച് കൊടുക്കുക. അന്നേരം ഇത് ഓടുന്നത് അറിയില്ല. നോക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ വളരും. അതാണ് അതിൻ്റെ ഗുണം. ചീര വേഗം നട്ടിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു സാധനമാണ്. പെട്ടെന്ന് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം എന്നാ വേണ്ട വെച്ചാൽ എല്ലാവരും ചെയ്യണം. എല്ലാവരും കൃഷി ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഒരു 10 പേരുടെ ചീരങ്ങ് നട്ടാൽ നമുക്കിത് ഇതാകുമ്പം കുറച്ച് കഴിയുമ്പം പൊട്ടിച്ചിട്ട് ചീര വളർന്നിട്ടാകുമ്പോൾ പൊട്ടിച്ചിട്ട് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം നമുക്ക് അതിൻ്റെ മേലെ ചാണെല്ലാം കലക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് പൊട്ടിക്കാം. ഒരു 2-3-4 മാസം ശരിക്കും നമ്മൾ ചാണകം ഇടയ്ക്കിടയ്ക്ക് കലക്കി കൊടുക്കുകയും ഓരോരാഴ്ച എത്തുമ്പോൾ പൊട്ടിക്കാം. ഒരാഴ്ച കഴിയുമ്പോഴേക്ക് അത് തീർത്തത് ആദ്യം വളരും. അത് നല്ല തിരിയായിട്ട് പൊട്ടിച്ചാൽ നല്ല രുചിയും ഉണ്ടാവും. അങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. ഇപ്പം കുറഞ്ഞു പോയിട്ടാണ്. മറ്റിങ്ങനെ നല്ല ഒരുപാട് നടുന്നതാണ്. എനിക്ക് കണ്ടം നിറച്ചും ഒരു കണ്ടത്തിൽ വയലിൽ നിറയെ ഞാൻ ഇങ്ങനെ നിറച്ച് നടും. അത്രയും ആ ചീര കൊടുക്കൽ 12 ചീര പൊട്ടിച്ചിട്ട് വിൽക്കും. ഒരുപാട് വിൽപ്പനക്ക് കൊടുക്കും. ഇതിപ്പോൾ നട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലോണം. ഇതിപ്പോൾ ഞാൻ ആ പായത് നട്ടാൽ തന്നെ നമുക്ക് എത്രയോ കിലോ ചീര പറിച്ച് കൊടുക്കാം. പ്രത്യേകിച്ചും പറിച്ച് നടാൻ കഴിയുമെങ്കിൽ. എന്നുവെച്ചാൽ ഇത് പൊട്ടിച്ചിട്ടും കൊടുക്കുക. നട്ട് കഴിഞ്ഞാൽ ഇന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ പറിച്ച് കൊടുക്കുക. പൊരിച്ചെടുക്കരുത്, പറിച്ചിട്ട് എടുക്കുക. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ഇതായിട്ട് കിട്ടും. ഇത് നിങ്ങൾ കണ്ടല്ലോ, ചീര പൊരിച്ച് നട്ടത് കണ്ട. ഇതാണ് ഞാൻ പറിച്ച് നട്ടത് കണ്ടോ. ഇതാണ്. ഇനിയിപ്പോൾ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ പൊതിയിടണം. അതൊന്ന് ഇട്ടേ ഞാൻ. ഇനി ഒന്ന് പൊതിയിട്ടിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ. ഇത് അടുത്ത് നോക്കിയാലേ കാണുമല്ലോ. ചെറിയ തയ്യല്ലേ. അല്ലേ. ഇതെന്ന് വെച്ചാൽ തെങ്ങിനും കൂടി ഒരു വളമാണ്. ഇതിപ്പം ഉണങ്ങി പോന്നായിട്ട് ഇനിയിപ്പോൾ നമ്മൾ പൊതിയിടണം. രാവിലെ പൊതിയിടുക, വൈകുന്നേരം എടുത്ത് വെക്കുക. ഇതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ. ഇതേപോലെ പൊതിയിട്ട് കൊടുക്കുക. ഇതേപോലെ എടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ പൊതിയിട്ട് കൊടുക്കുക. കൊള്ളിങ്ങനെ വെക്കുക. കൊള്ളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊള്ളി ഇട്ടിട്ട് ഇതിൻ്റെ മേലേക്കൂടി ഇങ്ങനെ വെച്ച് വെക്കുക. ഇങ്ങനെ കൊള്ളി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിലത്ത് പൊത്തിക്കൂടാ. പൊത്തുമ്പോൾ നിലത്ത് ഇങ്ങനെ ആക്കി വെച്ചാൽ ഇത് ഉടഞ്ഞ് കിടന്നു പോകും. ഇതിൻ്റെ മേലെ പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ കൊള്ളി എടുത്ത് വെച്ചിട്ട് ആക്കുന്നത്.
വേണ്ട ഇതിവിടെ ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് വെക്കുക. 2-3 ദിവസം ശരിക്കും എടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. എന്താ ഇങ്ങനെ വെക്കണം. 2-3 ദിവസം ഇത് വൈകുന്നേരം എടുത്ത് വെക്കണം, അല്ലെങ്കിൽ രാവിലെ നീർന്ന് കിട്ടുമല്ലോ. ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് വേണം രാവിലേക്ക് നീർന്നിട്ട്, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. ഇങ്ങനെ അരച്ച് വെക്കണം. ഇതാണ്, ഇങ്ങനെയാണ് ചീര പറിച്ച് നടേണ്ടത്. നമ്മളിപ്പോൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ കണ്ടോ, പൊത ഇട്ടിട്ടുണ്ടോ, പൊത ഇട്ടിട്ടുണ്ടോ, പൊത ഇതാണ് പൊത. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.